ഇനി അതിനെ തന്നെ എഡ്ജൊക്കെ ഒന്നുകൂടെ ക്ലിയർ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അഡോബ് ഇല്ലസ്ട്രേറ്ററിൽ നമ്മൾ നേരത്തെ ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ട ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇത് സേവ് ചെയ്തപ്പോൾ ഡീസാച്ചുറേറ്റ് ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെയാണ് സേവ് ചെയ്തത്. ഇങ്ങനെ കിട്ടും. അത് സെലക്ട് ചെയ്ത ശേഷം ആ സെലക്ഷൻ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത ശേഷം ഒബ്ജക്റ്റിൽ നിന്ന് ലൈവ് ട്രേസ് എടുത്തിട്ട് ട്രേസിംഗ് ഓപ്ഷൻ എടുത്ത് പാത്ത് ഫിറ്റിംഗ് സ്വല്പം ഒന്ന് കൂട്ടിക്കൊടുക്കുക. പ്രിവ്യൂ ഓൺ ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് നമ്മുടെ ഇമേജിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കാണാൻ പറ്റും. പാത്ത് ഫിറ്റിംഗ് സ്വല്പം ഒന്ന് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എഡ്ജ് നല്ല സ്മൂത്തായിട്ട് ക്ലിയർ ആയി വരുന്നത് കാണാം. എഡ്ജൊക്കെ നല്ല പക്ക ക്ലിയർ ആയിട്ട് നല്ല ഫോണ്ടായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ട്രേസ് കൊടുത്തതിന് ശേഷം ഫയൽ സേവ് ചെയ്താൽ മതി. That's it.